योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. मनोनिवृत्तिः परमोपशान्तिः सा तीर्थवर्या मणिकर्णिका च ज्ञानप्रवाहा विमलादिगङ्गा सा काशिकाहं निजबोधरूपाम्. यस्यामिदं कल्पितम् इन्द्रजालं चराचरं भाति मनोविलासम् सच्चित्सुखैका परमात्मरूपा सा काशिकाहं निजबोधरूपाम्. कोशेषु पञ्चस्वधिनाजमानाम् बुद्धिर्भवानी प्रतिदेहगेहम् साक्षी शिवः सर्वगतोऽन्तरात्मा साकाशिकाहम् निजबोधरूपाम्. काश्याम् हि काशते काशी काशी सर्वप्रकाशिकाम् सा काशी विदिता येन तेन प्राप्ता हि काशिकाम्. काशीक्षेत्रम् शरीरम् त्रिभुवनजननी व्यापिनी ज्ञानगङ्गाम् भक्तिश्रद्धा गयेयम् निजगुरुचरणध्यानयोगः प्रयागः. विश्वेशोऽयम् तुरीयः सकलजनमनः साक्षिभूतोऽन्तरात्मा देहे सर्वम् मदीये यदि वसति पुनः तीर्थमन्यत् किमस्ति. പ്രകാശത്തിന്റെ നിറവാണ് ദീപാവലി. ഗംഗാസ്നാനമൊക്കെ കഴിച്ച് വിളക്കൊക്കെ കൊളുത്തി പടമൊക്കെ പൊട്ടിച്ചിട്ട് വന്നിരിക്കുകയാണ്. സാധാ ദീപാവലിക്ക് കാശിയിൽ പോയിട്ടും ഗംഗാസ്നാനം ചെയ്തിട്ട് വരണം എന്നാണ്. നമ്മൾ വീട്ടിൽ കുളിച്ചാലും ഗംഗാസ്നാനം കഴിച്ചോ എന്ന് ചോദിക്കും. വാസ്തവത്തില് നമ്മളാണിപ്പോ കാശിയിലേക്ക് പോണത്. 4-5 ദിവസമായിട്ട് കാശിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടോന്നറിയില്ല, പോണുണ്ട്. കാശി യാത്ര ദർശനാത് അബ്രസദസി ജനനാത് കമലാലയേ കാശ്യാം തു മരണാത് മുക്തി സ്മരണാത് അരുണാചലം എന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു. ചിദംബരത്തിന് മറ്റൊരു പേരാണ് അബ്രസദസ്. അബ്രസദസ് എന്ന് വെച്ചാൽ, അബ്രം എന്ന് വെച്ചാൽ ആകാശം. ചിദംബരം എന്ന് വെച്ചാൽ ചിദാകാശം. ചിദാകാശത്തിനെ ദർശിക്കണം, നടരാജാവിനെ ദർശിക്കണം. ചിദംബരത്തില് ദർശനമാണ് പ്രധാനം. ദർശനാത് അബ്രസതസി ജനനാത് കമലാലയേ. കമലാലയം തിരുവാരൂരാണ്. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ അവിടെയാണ് ജനിച്ചത്. ശ്യാമാശാസ്ത്രി അങ്ങതാണോ? 3 പേരും ജനിച്ച സ്ഥലം തിരുവാരൂരാണ്. അപ്പോ അതിലെന്തോ ഉണ്ട്. നടരാജാവിന് ചിദംബര ദർശനം ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ ബാഹ്യമായും അത് ശരിയാണ്, ആന്തരികമായും ശരിയാണ്. പുറമേക്ക് നടരാജാവിനെ ദർശിക്കാനായിട്ടാണ് ഈ 63 നായന്മാരിലെ എല്ലാവരും ഈ നടരാജനോട് ഉന്മാദം പിടിച്ചിരുന്നവരാ. അപ്പോ ചിദംബരത്തിൽ പോയി നടരാജനെ ദർശിക്കലും. കമലാലയത്തിൽ ജനനം എന്നാണ്. തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കമലാലയം. ജനനാത് കമലാലയേ. കാശ്യാം തു മരണാത് മുക്തി. അതെല്ലാവർക്കും അറിയാം. കാശിയില് മരണം. സ്മരണാത് അരുണാചലം. അരുണാചലത്തിന് സ്മരണമാണെന്നാണ്. ഇതിന് ആന്തരികമായ അർത്ഥം രമണ ഭഗവാൻ തന്നെ ഇതിന് പറഞ്ഞിട്ടുമുണ്ട്. ചിദാകാശ ദർശനം. ഉള്ളിലുള്ള
ചിദാകാശത്തിനെ ദർശിക്കുന്നതാണ് ദർശനാത് അഭ്രസതസി, ചിദംബര ദർശനം. അതാണ് ചിദംബര രഹസ്യം എന്നും പറയും. അവിടെ ബാഹ്യമായ നടരാജനെ കാണുമ്പോൾ ആ നടരാജൻ ആന്തരികമായ നടരാജനെ കാണിച്ചു തരും. ആ ചിദാകാശത്തിലുള്ള നടരാജ നർത്തനം കാണണം എന്നാണ്. ദർശനാദഭ്രസതസി. രാമലിംഗസ്വാമികൾ എന്ന് പറഞ്ഞ ഒരു വലിയ സിദ്ധഭക്തൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. 1836 മറ്റോ ആണ് സ്വാമികളുടെ മഹാസമാധി. അതായത് ഈ സിദ്ധന്മാരുടെ കഥകളൊക്കെ പോലെ തന്നെ മറഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത്. 1836 ചിദംബരത്തിന് അടുത്തൊരു സ്ഥലത്ത്, ആ സ്ഥലം ഇന്നും അവിടെ ഉണ്ട്, എല്ലാവരോടും പറഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ച് കുറച്ച് ദിവസങ്ങളിലേക്ക് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ മറഞ്ഞുപോയി എന്നാണ് കഥ. അതായത് ആ ഭക്തന്മാരുടെ ആ ലീനിയേജില് നമ്മൾ ആ കഥ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് നടന്നതാണ്. വള്ളലാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാം. വള്ളൽ എന്ന തമിഴ് വാക്കിന് വാരിക്കോരി കൊടുക്കുക എന്നർത്ഥം. അദ്ദേഹം എന്തു കൊടുത്തു? കൃപയെ വാരിക്കോരി ചൊരിഞ്ഞതുകൊണ്ട് അരുൾ പ്രകാശ വള്ളലാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് 1 വയസ്സുള്ളപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനെ കൊണ്ട് നടരാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. 1 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. അപ്പോ നടരാജാവിനെ കണ്ടപ്പോ ചിദംബരത്തിൽ ഇടതുവശത്ത് അവരൊരു സ്ഥാനം കൽപ്പിച്ച് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ് തിരശ്ശീലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് ഒരു സിംബോളിക്കാണ്. നമ്മളുടെ ഉള്ളിലുള്ള ചിദാകാശമാണ് യഥാർത്ഥ ചിദംബരമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും, ബാഹ്യമായി നർത്തനം ചെയ്യുന്ന നടരാജൻ ഉള്ളില് ചിദംബര നടനം ചെയ്യുന്നവനാണെന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഈ 1 വയസ്സുള്ള കുട്ടിക്ക് അവിടെ നടരാജാവിനെ കണ്ടത് ആദ്യമായി ശക്തിപാത ഉണ്ടായി. എന്നുവെച്ചാൽ കുട്ടി കാരണമില്ലാതെ ഉറക്കെ ചിരിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ജി വി പിള്ളയുടെ പുസ്തകം, ഒരു റിസർച്ച് ബുക്കാണ്, സെയിന്റ് രാമലിംഗ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ദ ലാഫ്റ്റർ ഓഫ് എ ചൈൽഡ് എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ. ഒരു കൊച്ചുകുട്ടിയുടെ ചിരി. അത് നടരാജാവിനെ കണ്ടിട്ട് ദർശനാദഭ്രസതസി. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നടരാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോ കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെ ഒക്കത്തെ ഇരുന്നു കൊണ്ട് അങ്ങനെ, എന്താ കുട്ടികൾ ചിലപ്പോൾ വലതുമൊക്കെ കണ്ടാൽ അങ്ങ് തുള്ളില്ലേ ചാടി പിടിക്കാനായിട്ട്, അതുപോലെ ഒക്കത്തെ ഇരുന്നു കൊണ്ട് ഒരു തുള്ളിക്കൊണ്ട് ഉറക്ക ചിരിച്ചു അത്രേ. തിരുവിളങ്ക ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക ശിവജ്ഞാന നിലൈ വിളങ്ക ശിവാനുഭവം വിളങ്ക തെരുവിളங்கு തിരുത്തിல்லை ചിற்றம்பலத்தே തിരുക്കൂത്ത് വിളങ്ക ஒளி சிறந்த திருவிளக்கே உருவிளங்க உயிர் விளங்க உணர்ச்சியது விளங்க உலகமெல்லாம் விளங்க மருள் விளங்கு குழல் வள்ளி வயங்குமணி பொது விளங்க வளர்ந்த சிவக்கொழுந்தே அன்பெனும் பிடியுள் அகப்படும் மலையே அன்பெனும் கடத்துள் அடங்கிடும் கடலே அன்பெனும் கரைத்தமர் அமுதே அன்பெனும் வலைக்குள் படும் பரம்பொருளே அன்புருவாம் പരശിവമേ. രാമലിംഗ സ്വാമികൾ പിന്നാലെ പാടുന്നതാണ്. താൻ കുട്ടിക്കാലത്ത് അവിടെ എന്ത് കണ്ടു എന്നൊക്കെ വളരെ കാവ്യാത്മകമായി ഒരു സഖിയോട് ഒരു സ്ത്രീ പറയുന്ന പോലെ, തന്റെ വരനെ കണ്ടിട്ട്, അഥവാ തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടിട്ട് അവനെ വരിക്കണമെന്ന ആശ വരുന്ന ഒരു സഖി തന്റെ തോഴിയോട് പറയുന്ന പോലെ
അമ്പലത്തിൽ ആടുകിன்றாർ പാങ്കിമാരെ അവൻ ആട്ടം കണ്ട് നാട്ടം കൊണ്ടേൻ പാങ്കിമാരെ. അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു എന്നാണ്. അമ്പലം എന്നുള്ള വാക്ക് മലയാളത്തിൽ വരാൻ അമ്പരം എന്നുള്ള വാക്കാണ് കാരണം. അമ്പരം എന്ന് വെച്ചാൽ ആകാശം, ചിദാകാശം. ചിദംബരത്തിനാണ് ആദ്യമായി അമ്പലം എന്ന പേര് തമിഴില്. അമ്പരം, ചിത്രമ്പലം, അതിനാണ് മലയാളത്തിൽ അമ്പലം എന്നുള്ള വാക്ക് വന്നത്. അമ്പലത്തിൽ ആടുന്നവനെ ഞാൻ കണ്ടു, അവനും എനിക്കും ജാതകം ചേരുവോ എന്ന് നോക്കിയോ ഒന്ന് പറഞ്ഞു തരുവോ എന്ന് ചോദിക്കുകയാണ്. അവനും എനിക്കും ജ്യോതിഷം നോക്കി ജാതകം ചേരുവോ എന്ന് പറഞ്ഞു തരുമോ എന്ന്. തിരുവിളങ്ക ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക. ആ ഒരേ ഒരു ദർശനത്തില് എനിക്ക് പരമാർത്ഥ തത്വം പ്രകാശിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ഒരു വയസ്സിൽ, എന്നുവെച്ചാൽ ആ ജ്യോതി അപ്പൊ വീണു കഴിഞ്ഞു. പിന്നെ അതൊക്കെ അനുഭവത്തിൽ വരുന്നത് പിന്നെ ആവട്ടെ. തിരുവിളങ്ക ശിവയോഗ സിദ്ധിയെല്ലാം വിളങ്ക, ശിവജ്ഞാന നിലൈ വിളങ്ക, ശിവാനുഭവം വിളങ്ക. തെരുവിളങ്ക് തിരുത്തില്ലൈ ചിത്രമ്പലത്തെ തിരുക്കൂത്തു വിളങ്ക. ഭഗവാന്റെ കൂത്ത്. കൂത്ത് എന്ന് വെച്ചാൽ ആടുക എന്നർത്ഥം, നർത്തനം. അപ്പോ തിരുച്ചിത്രമ്പലത്തെ തിരുക്കൂത്ത് വിളങ്ക്. ആ നടരാജന്റെ തിരുക്കൂത്ത് അവിടെ പ്രകാശിച്ചു. തിരുക്കൂത്തു വിളങ്കം ഒളിശിറന്ത തിരുവിളക്കേ. പരമപ്രകാശമാനമായ, നമ്മളിപ്പോ ദീപാവലിക്ക് വിളക്ക് കൊളുത്തുന്നുവല്ലോ, ആ വിളക്കിന്റെയൊക്കെ മൂലമായ വിളക്ക്. ജ്യോതികുൾ ജ്യോതികുൾ ജ്യോതി എന്നു. ഒളിശിറന്ത തിരുവിളക്കേ ഉരുവിളങ്ക ഉയിർ വിളങ്ക ഉണർച്ചിയത് വിളങ്ക. കാണുന്നതൊക്കെ പ്രകാശിപ്പിക്കുന്ന വിളക്കാണത്. ഒരു വിളങ്ക, രൂപങ്ങളൊക്കെ അതാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. ഉയിർ വിളങ്ക ഉണർച്ചിയത് വിളങ്ക, ഉലകമെല്ലാം വിളങ്ക, ലോകം മുഴുവൻ പ്രകാശപ്പെടുത്തുന്നു. മരുൾ വിളങ്ക് കുഴൽവള്ളി വയങ്കുമണി പൊതുവിളങ്ക വളർന്ന ശിവക്കൊഴുന്തേ. ശിവഭക്തി, ശിവാനുഭവം, ശിവജ്ഞാനം ഇതൊക്കെ തന്നെ തഴച്ചു വളർന്നു ഹൃദയത്തില്. അൻപനും പിടികുൾ അകപ്പെടും മലയേ. എങ്ങനെയാ ഭഗവാനെ പിടിച്ചടക്കണത്? അൻപനും പിടികുൾ അകപ്പെടും മലയേ. അൻപനും കടത്തുൾ അടങ്ങിടും കടലേ. ഭഗവാൻ ഒരു വിശപ്പുണ്ട്, ഒരു ദാഹം. ഈ ജീവന്റെ അൻപ്, ഭക്തി, പ്രിയം, ആ പ്രിയത്തിന് ഈശ്വരൻ വശപ്പെടുന്നു എന്നാണ്. അൻപനും കടത്തുൾ അടങ്ങിടും കടലേ അൻപ് ഉരുവാം പരശിവമേ. അപ്പൊ അങ്ങനെ ദർശനാത് അഭ്രസദസി, അതിനാണത് ആദ്യം പറഞ്ഞത്. ഒരു വയസ്സില് നടരാജാവിനെ ബാഹ്യമായും കണ്ടു. ആ ബാഹ്യദർശനം ആന്തരികമായ ചിദംബരത്തിനെ പ്രകാശിപ്പിച്ചു എന്നാണ്. ബാഹ്യമായി നടരാജന്റെ നർത്തനം കണ്ടു. ഇടതുകാൽ തൂക്കി നിന്ന് നർത്തനം ചെയ്യുന്ന തിരുക്കൂത്ത് കണ്ടപ്പോ അകമേയുള്ള തിരുക്കൂത്ത് പ്രകാശിച്ചു. അകമേക്കുള്ള നടനം പ്രകാശിച്ചു. അപ്പൊ ദർശനാത് അഭ്രസദസി. ജനനാത് കമലാലയെ. കമലാലയം എന്ന് വെച്ചാൽ, കമലം എന്ന് വെച്ചാൽ താമര. താമര വിരിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കമലാലയം. അതെവിടെയാ? ഹൃദയ താമര, ഹൃദയമാകുന്ന കമലം. ഹൃത് പുണ്ടരീകം പുരമധ്യസഗസ്ഥം. ഈ ശരീരമാവുന്ന പുരത്തിന്റെ മധ്യത്തിൽ ഹൃത് പുണ്ടരീകം, ഒരു താമരയുണ്ട്. ആ താമരയിൽ ജനിച്ചാൽ പിന്നെ ജനനം, പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരില്ല. ഹൃദയമാകുന്ന കമലത്തിൽ തന്നെ അറിഞ്ഞ് തന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തോ, ഭക്തി ചെയ്തോ, ജനനവും മരണവുമില്ലാത്ത ആത്മവസ്തുവാണ് താൻ, ആത്മാവാണ് താൻ, ശിവമാണ് താൻ എന്ന് അകമയ്ക്ക് കണ്ടു കഴിയുമ്പോ ജനനാത് കമലാലയെ. കാശ്യാം തു മരണാത് മുക്തി. കാശി എന്ന് വെച്ചാൽ എന്താ? പരമപ്രകാശം, മഹാശ്മശാനം അല്ലേ? ആ മഹാശ്മശാനം എവിടെയാണ്? ഹൃദയത്തിലാണ്.
ആ മഹാശ്മശാനത്തിൽ ശരീരം വെന്തെരിഞ്ഞു പോവുക. അപ്പൊ പിന്നെ ജനനം വീണ്ടും ജനിക്കേണ്ടി വരില്ല. അതായത് ജ്ഞാനമാവുന്ന അഗ്നിയില് ഈ ശരീരം എരിഞ്ഞു പോവുക എന്ന് വെച്ചാൽ ബാധിക്കപ്പെടുക, ശരീരം ഇല്ലാതാവുക, ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ക്ഷയം, നാശം, വ്യക്തിത്വമില്ലാതായി ശിവനടനം ഹൃദയത്തിൽ കാണലാണ് കാശിയിൽ മരണം. അപ്പൊ കാശി ഇവിടെ ഉണ്ട്. കാശ്യാം തു മരണാത് മുക്തി. അരുണാചലത്തിന് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ സ്മരണാത് അരുണാചലം, പോയി കാണണമെന്നൊന്നുമില്ല എന്നാണ്. സ്മരണാത് അരുണാചലം, അരുണാചലത്തിനെ സ്മരിച്ചാൽ മതി. രമണ ഭഗവാൻ അവിടെ പറഞ്ഞു സ്മരണാത് അരുണാചലം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ അരുണാചലത്തിനെ സ്മരിച്ചാൽ എന്താവും? സകല സ്മരണങ്ങളും ഇല്ലാതായിട്ട് തീരും, ചിത്തം നിശ്ചലമാവും. നിനൈക്ക മുക്തി, நினைப்ப அறுக்கிறதுனால நினைக்க முக்தி. அருணாச்சல ஸ்மரணம் பண்றதே நினப்ப இல்லாம பண்ணி விடுறது, நினப்ப நிശ്ചலம் பண்ணி விடுறது. அருணாச்சலம் என அகமே நினைப்பவர் அகத்தை வேறறுப்பாய் அருணாச்சலம். அருணாச்சலம் அப்படின்னு நினைக்கிறதே அவளோட அகம் நான்கிற எண்ணத்தை வேரோட எடுத்து விடும். അഹങ്കാരം അപ്പൊ തന്നെ വേര് പിഴുത്തെടുക്കപ്പെടുന്നു എന്നാണ്. അവിടെ അരുണാചല സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. അരുണാചലം എന്താണ്? അഹം അഹം എന്ന് ഹൃദയത്തിൽ നർത്തനം ചെയ്യുന്നത് എന്തോ അതിന്റെ ഉണ്മയായ സ്വരൂപമാണ്. ഹേ അരുണാചല അവിടുന്ന് എന്ന് ഭഗവാൻ അരുണാചല പഞ്ചരത്നത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. ത്വയി അരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദി അഹമിതി നൃത്യസിഭോഹോ തേ വദന്തി ഹൃദയം നാമ. ഹൃദയത്തിൽ അഹമഹമെന്ന് നർത്തനം ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ അരുണാചല സ്മരണം. അപ്പോ സ്മരണാദരുണാചലം സ്മൃതിർലബ്ധ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്നൊക്കെ അർജുനൻ പറയണ. സ്മൃതി എപ്പോ കിട്ടും? നമ്മളുടെ ശ്രദ്ധ എപ്പോ നമ്മളിൽ തന്നെ ലഗ്നമാവുന്നു, നമ്മളുടെ ശ്രദ്ധയെപ്പോ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ വിട്ട് നമ്മളുടെ വാസ്തവമായ സ്വരൂപത്തിനെ സ്പർശിക്കുന്നുവോ അപ്പൊ സ്മരണ ഉണ്ടായി. അപ്പൊ ഈ 5 ക്ഷേത്രങ്ങളും 5ഓ 4ഓ എത്രയാ? അബ്രസതസ്, കമലാലയം, കാശി, അരുണാചൽ, 4 ക്ഷേത്രങ്ങൾ. ഈ 4 ക്ഷേത്രങ്ങളുടെയും മഹിമ ആന്തരികമാണ്, ബാഹ്യവും ആണ്. ബട്ട് ബാഹ്യം എന്നുള്ളത് ആന്തരികത്തിലേക്ക് കൊണ്ടുപോവാനാണ്. അതേപോലെ ഈ കാശി പഞ്ചകത്തിലും ആദ്യത്തെ ശ്ലോകം കൊണ്ട് തീർത്ഥസ്നാനം എന്താണ് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയാ മണികർണികാച്ച്. എവിടെയെങ്കിലുമൊക്കെ വീട്ടിലൊരു മുറിയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കി തന്നിൽ ശാന്തമായി പ്രശാന്തമായി തന്റെ സ്വരൂപത്തിൽ ഇരുത്താമെങ്കിൽ അത് തന്നെ മഹാതീർത്ഥം. അവൻ കുളിച്ചിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. സ്നാനം മനോമലത്യാഗ. ധർമ്മപുത്രരുടെ അടുത്ത് മഹാഭാരതത്തില് യക്ഷപ്രശ്നത്തില് യക്ഷൻ ചോദിച്ചു കിം സ്നാനം, സ്നാനം എന്താണെന്ന് ചോദിച്ചു. പല ചോദ്യങ്ങൾ ചോദിച്ചതിൽ കിം സ്നാനം. അപ്പൊ ധർമ്മപുത്രർ പറഞ്ഞു സ്നാനം മനോമലത്യാഗ. മനസ്സിലെ മലത്തിനെ ത്യാഗം ചെയ്യുന്നതാണ് സ്നാനം. അതിന് ബാഹ്യമായി കുളിക്കണ്ടെന്ന് അർത്ഥമല്ല. പക്ഷേ ബാഹ്യസ്നാനത്തിന്റെ പോരാന്നാണ്. യഥാർത്ഥ ഗംഗാസ്നാനം എന്താണ്? മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയാ മണികർണികാച്ച്. മണികർണികാ ഘട്ടത്തിലുള്ള സ്നാനം പുനർജന്മമില്ലാതാവും ഗംഗയിൽ കുളിച്ചാൽ എന്നൊക്കെ പറയുന്ന ആ ഗംഗ, യമുന, ശതദ്രി, സരസ്വതി, ഈ നദികളൊക്കെ തന്നെ വേദത്തിൽ പറയപ്പെടുന്ന നദികളാണ്. ചില വേദ ഗവേഷണം ചെയ്ത ഋഷിതുല്യരായ ചില മഹാത്മാക്കളുടെ അഭിപ്രായം ഈ നദികളൊക്കെ ആന്തരികമായിട്ടുള്ള ചില അനുഭവങ്ങളെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ അനുഭവത്തിന് ഋഷികൾ അവർ താമസിച്ച സ്ഥലത്തുള്ള നദികൾക്കൊക്കെ പേര് വെച്ചതാണെന്നൊക്കെ പറയുന്നു. ഗായത്രി എന്നുള്ള മന്ത്രത്തിന്റെ പേര് വീട്ടിൽ പെൺകുട്ടികൾക്കൊക്കെ വെക്കണ പോലെ. എന്തായാലും ബാഹ്യഗംഗയെ
നമ്മള് അത്ര പവിത്രമായിട്ട് കരുതുന്നു. ആ ബാഹ്യഗംഗ ആന്തരിക ഗംഗയോട് വളരെയധികം ബന്ധപ്പെട്ടും കിടക്കുന്നു. ദേവി സുരേശ്വരി ഭഗവതി ഗംഗേ ത്രിഭുവനതാരിണി തരളതരംഗേ ശങ്കരമൗലി വിഹാരിണി വിമലേ മമ മതിരാസ്താം തവ പദ കമലേ. പുരാരിഗിരി സംഭൂതയാണവൾ. ത്രിപുരങ്ങളെ ദഹിപ്പിച്ചവന്റെ ശിരസിൽ നിന്നും ഒഴുകുന്നവളാണവൾ. ആ ഗംഗയിലെ സ്നാനം ജ്ഞാനപ്രവാഹാവിമലാദി ഗംഗ, ജ്ഞാനത്തിന്റെ ധാരയ്ക്കാണ് ഗംഗ എന്ന് പേര്. ജ്ഞാനധാര, ജ്ഞാനം എപ്പോ ഉണ്ടാവും? എപ്പോ മനസ്സ് ശാന്തമാവുന്നുവോ, നിശ്ചലമാവുന്നുവോ, ഹൃദയത്തില് അടങ്ങുന്നുവോ, ചിത്തവൃത്തി നിരോധം ഉണ്ടാവണോ, അപ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുന്നത് ഉള്ളില്. ആ ജ്ഞാനം പ്രകാശിക്കാൻ ഉറവിടമായിട്ടിരിക്കുന്ന ബോധം, ഉണർവ്, ആ ഉണർവാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം. അതാണ് കാശി. സാ കാശികാഹം നിജബോധരൂപ. യസ്യാമിതം കൽപ്പിതമിന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത്സുഖൈകാ പരമാത്മരൂപ സാ കാശികാഹം നിജബോധരൂപ. കോശേഷു പഞ്ചസു അധിരാജമാനാ ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപ. മൂന്നാമത്തെ ശ്ലോകം. 5 കോശങ്ങൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് 5 കോശങ്ങൾ നമ്മളുടെ സ്വരൂപത്തിനെ മറച്ചിരിക്കുന്ന 5 കോശങ്ങൾ എന്നാണ്. 5 കോശങ്ങൾ എന്ന് വെച്ചാൽ ഷർട്ട്, അതിന്റെ ഉള്ളിൽ ബനിയൻ അതുപോലെ ഇട്ടതാണെന്ന് വിചാരിക്കണ്ട. ഒന്നൊന്നിനോട് ഇണങ്ങിച്ചേർന്ന് പിണങ്ങിച്ചേർന്ന് അനുഭവമണ്ഡലത്തിൽ കിടക്കുന്നതാണ്. മനോമയ പ്രാണശരീര നേതാ പ്രതിഷ്ഠിതോ അന്യേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഹ ആനന്ദരൂപം അമൃതം യദ്വിഭാതി എന്നൊക്കെ ഉപനിഷത്ത് ഈ ആത്മാവിനെ മനോമയം, പ്രാണമയം മുതലായ കോശങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്ന വസ്തുവായിട്ട് ചിത്രീകരിക്കുന്നു. മനോമയ, മനസ്സ്, ശരീരമാണ് അന്നമയ കോശം. ഭക്ഷണം കൊണ്ട് ഉണ്ടാവണതാണല്ലോ, അല്ലേ? ഭക്ഷണം കൊണ്ട് ഉണ്ടാവണതാണ്. ഭക്ഷണം കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നു, അവസാനം ഭക്ഷണമായിട്ട് പോവുകയും ചെയ്യും. നമ്മൾ കത്തിച്ചൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് ഇട്ടാൽ ഓരോ കോശങ്ങളിലും അണുക്കൾ വന്നിട്ട് തിന്ന് തീർത്ത് കളയും ശരീരത്തിനെ. ആർക്കെങ്കിലും അന്നമായിട്ട് പോകും. നമ്മള് പലതിനെയും അന്നമായി ഭുജിക്കുന്നു, നമ്മളെ ബാക്കിയുള്ള ജീവികൾ അന്നമാക്കി തീർക്കും ഈ ശരീരത്തിനെ. ഇത് അന്നമയ കോശമാണ്, പൃഥ്വി വികാരമാണത്. ഇതിനു പുറകിലാണ് പതുക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഒരു പ്രാണമണ്ഡലം. പ്രാണം എന്ന് വെച്ചാൽ വായു മാത്രമല്ല, വൈറ്റൽ എനർജി. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തിരി പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നണത്. കൂടുതൽ ആഴത്തിലൊന്നും പോണ്ട. ഇത്തിരി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സിലൊക്കെ പോയിട്ട് ഇത്തിരി പ്രാണായാമം ചെയ്യുമ്പോഴേക്കും ഒരു സുഖം തോന്നാൻ കാരണം എന്താ? കുറച്ച് ശരീരമണ്ഡലത്തിൽ നിന്ന് ഇത്തിരി അകത്ത് പോകുമ്പോ ആ വൈറ്റൽ എനർജിയുടെ പ്ലെയിനാണത്. അവിടെ ഒരു സുഖം തോന്നും. നമുക്ക് വിശപ്പ്, ദാഹം, ഊർജം ഉണ്ടാവുന്നത് ഒക്കെ ആ പ്രാണമണ്ഡലത്തിലാണ്. അതുകൊണ്ട് ആ പ്രാണമയ കോശത്തിന് ഒരു താളത്തിലാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ അതും നിൽക്കില്ല. അത് ഉണ്ടാവുമ്പോ ആളുകൾ പലരും വിചാരിക്കും ഇപ്പൊ എനിക്കൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചേ. കപിചലഹ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. കുരങ്ങിനെ പോലെ ചലിക്കുന്നതാണ് ഈ പ്രാണൻ, നിൽക്കുകയില്ല. അതുകൊണ്ട് പ്രാണമയ കോശം, അതിനു പുറകിൽ ചെല്ലുമ്പോൾ നമ്മള് സൂക്ഷ്മമായ ചിത്തവൃത്തികളെയൊക്കെ കാണും. ഈ ചിത്തവൃത്തികളാണ് പതുക്കെ പതുക്കെ സ്ഥൂലമായി പ്രാണനാവുകയും ശരീരമാവുകയും ചെയ്യണത്. ഒരു കോശമേ ഉള്ളൂ. ആ ചിത്തവൃത്തികളുടെ മണ്ഡലത്തിനെ നമ്മൾ കാണും. മനസ്സ്,
അനേക വിചാരങ്ങളും അനേക വികാരങ്ങളും സ്വപ്നമുണ്ടാക്കുകയും നമ്മൾ ഇപ്പൊ സത്സംഗത്തിൽ ഇരിക്കുമ്പോഴും സത്സംഗത്തിലൊന്നും ഇരിക്കില്ല പല ആളുകളും. അങ്ങനെ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. ഇവിടെ ഇരിക്കുന്നുണ്ടാവും, കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടാവും, നമ്മളുടെ ലോകത്തിലായിരിക്കും. അതാണ് മനോമയ കോശം. നമ്മളുടെ ഭാവനാലോകത്തിലായിരിക്കും നമ്മൾ, ഇമാജിനറി വേൾഡ്. അതിലാണ് സിദ്ധമണ്ഡലവും ഗന്ധർവമണ്ഡലവും വിദ്യാധര മണ്ഡലവും എല്ലാ മണ്ഡലങ്ങളും ആ മനോമയത്തിൽ കിടക്കുന്നുണ്ട്. ഫ്യൂച്ചർ ക്രിയേഷനുള്ള സീഡ്സൊക്കെ അവിടെ കിടപ്പുണ്ട് അല്ലേ? മനോമയ കൊണ്ട് കോശത്തിലാണല്ലോ ഭാവനയൊക്കെ. പണ്ട് പക്ഷികളെ കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ സ്വപ്നം കണ്ടതാണ് പറക്കേണ്ട കാര്യമൊക്കെ. ഇപ്പൊ വന്നില്ലേ, എല്ലാം പറക്കാൻ തുടങ്ങിയില്ലേ? എല്ലാം ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥൂലത്തിൽ വരും. ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മനോമയ കോശം അന്നമയ കോശമായിട്ട് മാറും. മനോമയത്തിൽ ഒന്ന് സങ്കല്പിച്ചാൽ അന്നമയത്തിൽ നമ്മൾ ഉണ്ടാക്കും. അതിന് രണ്ടിനും നടുവിലാണ് ഈ പ്രാണമയ കോശം. മനോമയ കോശം ശാന്തമായാൽ ശാന്തി ഉണ്ടാവും. മനോമയ കോശം അത് നമ്മൾ മനസ്സ്. മനോമയ കോശം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും പറയണ്ട, മനസ്സ്. വിചാരങ്ങള്. രാത്രി കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാതെ ഒരുപാട് സ്വപ്നം കാണുന്നില്ലേ? അത് തന്നെ. അനേക രൂപങ്ങൾ പൊന്തി വരണല്ലേ? ഉണർന്നിരുന്നാലും ഏറ്റവും നമുക്ക് പേടിയുള്ളത് ഈ മനോമയ കോശത്തിനെയാണ്. അതുകൊണ്ടാണ് തനിയിരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ല. ആരെങ്കിലും കൂട്ടു വേണം, അല്ലെങ്കിൽ ടി വി കാണണം. എന്താന്ന് വെച്ചാൽ എല്ലാം അണച്ചിട്ട് മിണ്ടാതെ ഇരുന്നു കഴിഞ്ഞാൽ പേടി. ആരെയാ പേടിക്കുന്നത്? എന്നെ തന്നെ, എന്റെ മനസ്സ്. അത് പല വിചാരങ്ങൾ കൊണ്ടുവരും. മനോമയം. അതിനും അപ്പുറം വിജ്ഞാനമയം എന്നാണ്. അറിവിനെ ഉണ്ടാക്കുന്നതും അവിടെയാണ് നമുക്ക് ഈ വേദാന്ത ജ്ഞാനം ഉണ്ടാവുന്നതും ഒക്കെ, അറിവൊക്കെ ഉണ്ടാവുന്നത്. അവിടെയാണ് അഹങ്കാരം ഒളിഞ്ഞു കിടക്കുന്നതും. ഞാനെന്ന് പറയണ വ്യക്തിത്വം ഒളിഞ്ഞു കിടക്കുന്നതും അവിടെയാണ്, വിജ്ഞാനമയ കോശം. അതിനും അപ്പുറം ആനന്ദത്തിന്റെ ഒരു ഉറവിടം. നമ്മൾ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുന്നു അല്ലേ? ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. സുഖമഹമസ്വാപ്സം ന കിഞ്ചിതവേദിഷം. ദിവസം ഈ രാത്രി കിടക്കാൻ പോകുമ്പോ രാത്രി ഒന്ന് തീരുമാനിക്കണം, ഈ സുഷുപ്തി എന്താണ് എന്നൊന്ന് നോക്കണം. നോക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നോക്കുന്ന ആളവിടെ ഇല്ല. കിടന്നു കഴിയുമ്പോ ഉറങ്ങിപ്പോവും. അങ്ങനെ ദിവസം തീരുമാനിക്കുക. കിടക്കണതിന് മുമ്പ് ആദ്യം ഒന്ന് പറയുക, ഈ സുഷുപ്തി എന്താണെന്ന് അറിയണം, എന്നിട്ട് ഉറങ്ങുക. അങ്ങനെ ദിവസം ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാ ദിവസവും യു വിൽ നോട്ട് ടച്ച് ദ കോർ ഓഫ് സ്ലീപ്പ്. എന്നെങ്കിലും ഒരു ദിവസം വളരെ ആഴത്തിൽ ഉറങ്ങും. വളരെ ആഴത്തിൽ ഉറങ്ങുന്ന ദിവസം ഒരു സ്വപ്നവും കാണാതെ തികച്ചും നിശ്ചലമായ ആ ഉറക്കത്തിന്റെ മണ്ഡലത്തിൽ പോയി ഉണർന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ ഉടനെ കുറച്ചു നേരം മുമ്പ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉറങ്ങി എന്ന് പുറകോട്ട് ബുദ്ധിയെ ഇട്ട് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം, ശരീരമില്ല, മനസ്സില്ല, ഞാനെന്നുള്ള അഹങ്കാരമില്ല, ഒരു തികഞ്ഞ ഒരു അസ്തിത്വമാത്രമായ ഒരു സ്റ്റേറ്റ്, ഒരു സ്ഥിതി. അതാണ് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള നേച്ചർ, സ്വരൂപം. അവിടെ ശരീരമില്ല. ശരീരമില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു, മനസ്സില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പുരുഷനോ സ്ത്രീയോ അല്ല. ഐ വാസ് നോട്ട് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുമല്ല. കേവലമായ അസ്തിത്വം, ഒരു സുഖം ഉണ്ടായിരുന്നു. ആ സുഖം എല്ലാവർക്കും ഉണ്ട് സുഷുപ്തിയിൽ. ജാഗ്രതത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടാൽ സുഖം വരും, എന്തെങ്കിലും കേട്ടാൽ സുഖം വരും. അപ്പൊ ഇതുപോലെയൊക്കെ പടക്കം പൊട്ടിച്ചാൽ സുഖം വരും അല്ലേ? എന്തിനാ ഈ ഉത്സവമൊക്കെ? സുഖത്തിന് വേണ്ടിയിട്ടല്ലേ. എല്ലാ ഉത്സവങ്ങളും എന്തിനാ? ആനന്ദത്തിനാണ്. അത് ഉത്സവം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഇങ്ങനെ പൊങ്ങി വന്ന് ഒഴുകുക, പുറത്തേക്ക് വഴിഞ്ഞൊഴുകുക എന്നാണ് അർത്ഥം. ആനന്ദം. ആ ആനന്ദം നമ്മൾക്ക് മുമ്പില്ലാത്തത് കൊണ്ടും
ഈ ഉത്സവത്തിൽ ഇത്തിരി പടക്കമൊക്കെ പൊട്ടിച്ച് പുകയൊക്കെ കൊണ്ടുവന്നാൽ വരികയും ആ പടക്കം പൊട്ടിക്കഴിയുമ്പോ അതൊക്കെ പോവുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ഉത്സവം. നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി. സർവമംഗളങ്ങൾക്കും ആയതനമായ ഭഗവാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്ക് നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം. എന്തോ ഒരു അഭംഗം ഉണ്ടല്ലോ അങ്ങനെ. എന്താണ്? ദിവസം ദീപാവലിയാണ്, ഞങ്ങൾക്ക് ദിവസം ഉത്സവമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ? എല്ലാ ദിവസവും ദീപാവലിയാണെന്നാണ്. എപ്പോഴും പ്രകാശമാണ്, എപ്പോഴും ഉത്സവമാണ്. എപ്പോ യേശാം ഹൃദിസ്ഥോ ഭഗവാൻ, ആർക്ക് ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നുവോ ആനന്ദം എപ്പോഴും ആർക്കുണ്ടോ അവർക്ക്. പക്ഷെ നമ്മൾക്ക് ആനന്ദമയ കോശത്തുനിന്ന് അപ്പപ്പ തിരിത്തിരി എടുക്കുകയാണ്. ആനന്ദമയ കോശത്തുനിന്ന് അപ്പപ്പോ കുറച്ച് ആനന്ദം കിട്ടുകയും പിന്നെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഭിക്ഷയാണ് നമ്മളുടെയൊക്കെ ആനന്ദം. അതുകൊണ്ട് ഉത്സവം വേണം, വിശേഷങ്ങൾ വേണം, എല്ലാം വേണം. അതാണ് പൂന്താനം പറഞ്ഞത്, ഇന്ന് വിഷുവാണ്, നാളെ ഓണമാണ്, നമ്മളുടെ ഉണ്ണിക്ക് ചോറൂണാണ്, പിറന്നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചത്തുപോകുന്നു പാവം ശിവശിവ. ഹൃദയത്തിൽ ഭഗവാൻ നിരന്തരം ഉണ്ടെങ്കിലോ ദിവസോത്സവമാണ്, എപ്പോഴും ആനന്ദമാണ്. ആനന്ദമയ കോശം എന്നതിന് പറയാൻ കാരണം, സുഷുപ്തിയിൽ ആനന്ദമയ കോശം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ആനന്ദം ആ സമയത്തല്ലേ ഉള്ളൂ, അതും ദിവസമില്ല. ഇറ്റ് ഈസ് ഡിസ്റ്റർബ്ഡ് വിത്ത് ഡ്രീംസ് അല്ലേ? പല ആളുകൾക്കും ഡീപ് സ്ലീപ്പ് എന്താന്നേ അറിയില്ല, അവർക്ക് കോൺസ്റ്റന്റ് ഡ്രീമിംഗ് ആണ്. അങ്ങനെ ഡീപ് സ്ലീപ്പ് ഉണ്ടായാൽ പോലും ആ ആനന്ദമയ കോശമാണത്. കാരണം ഉറങ്ങുന്നതിന് മുമ്പില്ല, ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ടില്ല, കഴിഞ്ഞ ശേഷം ഇല്ല. അതുകൊണ്ട് ഉറങ്ങിയിട്ട് വേണം സുഖം കാണാൻ. അതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെ ഉറങ്ങും. ഉണരാൻ വയ്യ എന്നാണ്. ഉണർന്നു കഴിഞ്ഞാൽ അയ്യോ എന്തിനാ എഴുന്നേപ്പിച്ചെന്നാണ്. സ്കൂളിലേക്ക് പോവാൻ കുട്ടികളൊക്കെ എഴുന്നേപ്പിച്ചാൽ അവർക്ക് പോവാൻ എത്ര ദേഷ്യം വരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ അവരുടെ ഉറക്കം വളരെ ഡീപ്പായതുകൊണ്ടാണ് അവർക്ക് ആ ഉറക്കം വിടാൻ വയ്യ. വയസ്സായ ആളുകൾക്ക് പിന്നെ ദേഷ്യമൊന്നും വരില്ല, കാരണം അവർക്ക് ഉറക്കമില്ല, സ്വപ്നം കലർന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു സുഖമില്ല. അപ്പൊ ഉറക്കത്തിലാണ് ഈ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം. പിന്നെ ചിലപ്പോഴൊക്കെ പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ട് ജാഗ്രത അവസ്ഥയിൽ ചില സമയത്തിൽ ഈ ആനന്ദമയ കോശം ആവിർഭവിക്കും. കാരണമില്ലാത്തൊരു സന്തോഷം. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ആ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ആനന്ദം, ഒരു സന്തോഷം. ചെറിയ കുട്ടികളെ നമുക്ക് കാണാം. കുട്ടികളിൽ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം നല്ലവണ്ണം കാണാം. ചിലപ്പോ കാരണമില്ലാതെ തുള്ളും, കുട്ടി കാരണം അറിയും. ഒരു ത്രില്ലുണ്ടാവും. ഇത് ആനന്ദമയ കോശമാണ്. പക്ഷെ എന്താ അതിലൊക്കെ ഈ വികാരമൊക്കെ വരാൻ കാരണം എന്താ? അതിന് വരവും പോക്കുമുണ്ട്, അതിനെ അനുഭവിക്കുന്ന ഒരാളുമുണ്ട്. അതുകൊണ്ട് ആ ആനന്ദമയ കോശം വരികയും പോവുകയും ചെയ്യും. ഭക്തന്മാർക്കൊക്കെ ഭക്തി ഉണ്ടായിട്ട് ആനന്ദത്തിൽ തുള്ളുന്നതും ഈ ആനന്ദമയ കോശമാണ്. പക്ഷേ അത് കഴിഞ്ഞ് അത് പോകുമ്പോ വിരഹം കൊണ്ട് കരയാനും കാരണം എന്താ? അത് കോശമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് വരികയും പോവുകയും ചെയ്യുന്നു. നമുക്ക് ആ സുഷുപ്തിയിൽ ഒരു സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ, അത് മനസ്സുകൊണ്ട് അനുഭവിച്ചതല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചു. അവിടെ മനസ്സേ ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റിട്ടാണ് പറയണത് വളരെ സുഖമായിരുന്നു എന്ന്. എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ പൊന്തി വരണത്. ആ സുഷുപ്തി അപ്പോ നമ്മളുടെ സ്വരൂപമാണ്. സുഖം നമ്മളുടെ സ്വരൂപമാണ്. മനസ്സ് പൊന്തി വരുമ്പോ ആ സുഖത്തിനെ മറച്ചു കളയുന്നു. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ഒരു വേഗ് റിമംബറൻസ്, റിക്കലക്ഷൻ എവിടെയോ കിടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിഷയങ്ങളിലൊക്കെ തിരയണത്. പടക്കം പൊട്ടിച്ചാ വരുമോ നോക്കണു, മധുര പലഹാരങ്ങൾ തിന്നാ വരുമോ നോക്കണു,
എല്ലാത്തിലും നമ്മൾ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു എക്സൈറ്റ്മെന്റ് എന്തോ ഉണ്ടാവുമ്പോ തൽക്കാലത്തേക്ക് മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കും. അപ്പൊ എന്താവുന്നു? ഈ സുഷുപ്തിയിലുള്ള സുഖം വരുന്നു. അതാണ് എല്ലാം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിത്തിരി നിശ്ചലമായി നിന്നാൽ സുഖം വരും. ആളുകൾ മല കയറാൻ പോണതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. വലിയ മൗണ്ടൈനിയറിങ് പോകുന്നു, സമുദ്രത്തിന്റെ മേലെ കൂടെ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ടോട്ടൽ അറ്റൻഷൻ വരും അപ്പോഴേ, ഈ ഭയം കാരണമേ. ആ സമയത്ത് ചിത്തം നിശ്ചലമായി നിൽക്കും. നിശ്ചലമായി നിൽക്കുമ്പോൾ ഇവർക്ക് എന്തോ ഉണ്ടാവുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക, ആളുകളൊക്കെ ചെയ്യണില്ലേ. ഇതൊക്കെ എന്തിനാ ചെയ്യാൻ പോണത്? അവർക്ക് ആ യുദ്ധത്തിനൊക്കെ പോകുമ്പോ മരണത്തിന് മുമ്പിൽ കാണുന്ന സമയത്ത് ആ ഒരു നിശ്ചലത ഉണ്ടാവുള്ളൽ. അവരെ അറിയാതെ ഈ ആനന്ദമയ കോശത്തിന്റെ ആവിർഭാവം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വെറുതെ ഒന്നുമല്ല ഈ രാഷ്ട്രീയത്തില് ഉറക്കാൻ വിളിച്ചു നടക്കുന്നതും ഒക്കെ. അവർക്കൊക്കെ എന്തോ അൺകോൺഷ്യസ് ആയിട്ട് ഈ ആനന്ദമയ കോശത്തിൽ സുഖം കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷെ ആ സുഖം വരികയും പോവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമല്ല. അവ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നുള്ള നാലും ഈ ആനന്ദമയത്തിലാണ് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത്. ഈ ആനന്ദമയ കോശത്തിന്റെയും ഉറവിടം എന്താണെന്ന് കണ്ട് അത് നമ്മളുടെ സ്വരൂപമാണെന്നറിയുമ്പോൾ ആനന്ദം നമുക്ക് സ്വരൂപമാവും, അത് കോശമായിട്ടിരിക്കില്ല. അപ്പൊ ശാന്തി. ജാഗ്രത അവസ്ഥയില് ബോധപൂർവം ചിത്തവൃത്തികൾ ഒടുങ്ങുകയും വാസനാക്ഷയം ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോൾ സുഷുപ്തിയിൽ ഏതൊരു സത്ത് ഉണ്ടായിരുന്നുവോ ആ സത്ത് ജാഗ്രതയിൽ പ്രകാശിക്കുമ്പോ നമുക്ക് തെളിഞ്ഞ അനുഭവപ്പെടുമ്പോ ആനന്ദം സ്വരൂപമാവും. അതാണ് കോശേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാനി. ആ ബുദ്ധി ആകുന്ന ഭവാനി ശിവനെ പാണിഗ്രഹണം ചെയ്യണം. ബുദ്ധികന്യാം പ്രദാസ്യേ. ശിവാനന്ദ ലഹരിയിൽ അവസാനം ശ്രീശങ്കരൻ പറയണത്, എന്റെ ബുദ്ധിയാവുന്ന കന്യകയെ പരമേശ്വരന് ഞാനിതാ പാണിഗ്രഹണമായിട്ട് കൊടുക്കണമെന്നാണ്. ബുദ്ധികന്യാം പ്രദാസ്യേ. അതായത് ബുദ്ധി എന്ന് വെച്ചാൽ വിചാരശക്തി, ജ്ഞാനം. ആ വിചാരശക്തി ആത്മാവിനോട് സമ്പർക്കം പുലർത്തുന്നതാണ് ധ്യാനം എന്ന് പറയണത്, യോഗം എന്ന് പറയണത്. ബുദ്ധി കൊണ്ട് പതുക്കെ വിചാരം ചെയ്ത് ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാത്തിനെയും താണ്ടി ഈ സുഷുപ്തി അവസ്ഥയും കടന്ന് നിശ്ചലമായ നമ്മളുടെ സ്വരൂപത്തിനെ കാണുകയാണ്. ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾക്കും ആരാണോ സാക്ഷി അവൻ ശിവനാണ്. ജാഗ്രത്തിൽ ഇപ്പൊ ഉണർന്നിരിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിനെ കാണുന്നത് അല്ലേ? സംശയമുണ്ടോ? വേറെ ആളാണോ? സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണല്ലോ സുഖമായി ഉറങ്ങിയെന്നും പറയണത്. മൂന്നിലും ഒരേ ആളാണോ ഉള്ളത്? ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ളവൻ സാക്ഷി ശിവ. സർവഗതോന്തരാത്മാ, എല്ലാവരുടെയും അന്തരാത്മാവായ ശിവനാണ്. സാക്ഷിയായിട്ടുള്ള അന്തര്യാമിയാണ് ശിവൻ. ഇതൊക്കെ ചേർന്നതാണ് കാശി. ഈ ഭവാനിയും ശിവനും എവിടെ ഉണ്ടോ അത് കാശിയല്ലാതെ പിന്നെ എന്താ? സാ കാശികാഹം നിജബോധരൂപാം. ഈ സാക്ഷിയും ആ ശിവനും പ്രകൃതിയും ചേർന്നതാണല്ലോ നമ്മള്, അല്ലേ? സാക്ഷിയായിട്ടുള്ള ശിവനും ആ സാക്ഷിക്ക് ദൃശ്യമായിട്ടുള്ള പ്രകൃതിയും കൂടിയതാണ് നമ്മളുടെ സ്വരൂപം. സാകാശികാഹം നിജബോധരൂപ. അതാണ് കാശി എന്നാണ്. ചുരുക്കത്തിൽ ഹൃദയത്തിൽ ആനന്ദം വന്നാൽ, ഭഗവത് ഭക്തി വന്നാൽ നമുക്ക് നിത്യവും ഉത്സവമാണ്, നിത്യവും ആനന്ദമാണ്. പ്രത്യേകിച്ചൊരു ഉത്സവമൊന്നും വേണ്ട. വലിയ ശിവക്ഷേത്രമായ തിരുവണ്ണാമലയില് മുരുകനാർ സ്വാമികൾ, രമണ ഭഗവാന്റെ പാർഷദന്മാരില്
ഏറ്റവും പ്രമുഖനായ മൃഗനാഥ് സ്വാമികൾ ആശ്രമത്തിന് മുമ്പിൽ ഒരു കൊച്ചു മുറിയിൽ അദ്ദേഹം താമസിച്ചിരുന്നു. 72, 73 മറ്റോ സ്വാമികളുടെ സമാധി എന്ന് തോന്നുന്നു. അപ്പോ സ്വാമി ഒരു പ്രാവശ്യം പ്രദക്ഷിണത്തിന് പോയിട്ട് വരും. അത് കഴിഞ്ഞാൽ മുറിയിലിരിക്കും, എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഏകദേശം 40,000-ഓളം പാട്ടുകൾ എഴുതി. പാട്ടുകളെന്ന് വെച്ചാൽ ശ്ലോകങ്ങളായിട്ടൊക്കെ. രമണജ്ഞാനബോധം എന്ന പേരിൽ 9,000-ഓളം ശ്ലോകങ്ങളില് ഭഗവാന്റെ ടീച്ചിങ് മുഴുവൻ എഴുതപ്പെട്ടു. രമണ സന്നിധി മുറൈ, ഗുരുവാചകക്കോവ, ഇങ്ങനെ അനേക ഗ്രന്ഥങ്ങൾ. തന്റെ അനുഭവം ഇങ്ങനെ ആ ഊറ്റെടുത്ത് ഇങ്ങനെ ഒഴുകുക എന്ന് പറയില്ലേ, അതുപോലെ ഗംഗാപ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോ ശിവരാത്രി ദിവസം ശിവക്ഷേത്രം അരുണാചലത്തിലെ സ്വാമികളെ കാണാൻ പോയി ചില ഭക്തന്മാര്. അപ്പൊ അന്നൊന്നും ഇത്രയൊന്നും പ്രദക്ഷിണത്തിനൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിച്ചു സ്വാമികൾ. അപ്പൊ ശിവരാത്രി അല്ലേ, അതുകൊണ്ട് ഗിരിപ്രദക്ഷിണത്തിന് പോവാണെന്ന് പറഞ്ഞു. സ്വാമിക്ക് അവര് പറയുമ്പോഴാണെന്ന് ശിവരാത്രിയാണെന്ന് അറിയാമെന്നാണ്. ശിവക്ഷേത്രമായ അരുണാചലത്തിൽ ഇരുന്നിട്ടും ശിവരാത്രിയാണെന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അവർക്ക് നിത്യവും ശിവരാത്രിയായിട്ടിരിക്കുമ്പോ ഇനി ഒരു ദിവസം സ്പെഷ്യൽ ശിവരാത്രി ഒന്നും അവർക്ക് ഓർമ്മയില്ല. നിത്യവും നിരന്തരം ഭഗവത് സ്മരണത്തിലിരിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേക ദിവസം എന്നൊന്നില്ല. പ്രത്യേക ദിവസത്തിൽ ഒരു സന്തോഷമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മിച്ചാൽ ദീപാവലി വരാൻ പോകുന്നു, ആദ്യം തൊട്ട് തന്നെ സന്തോഷമാണ് കുട്ടികൾക്കും. ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുള്ളത്, ഞങ്ങളുടെ അവിടെ തേര് നടക്കും, ഉത്സവം. അപ്പൊ ഒരു മാസം മുമ്പ് തുടങ്ങും. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷം കുട്ടിക്കാലത്ത്. അപ്പോ അടുത്തൊരു സ്ഥലത്ത് തേര്, കൊടുവായൂര് തിരുവാതിരയ്ക്ക് തേര് വരും. അത് കഴിഞ്ഞാൽ അടുത്ത മകരമാസം ആദ്യത്തെ വെള്ളിയാഴ്ച തേര് വരും. അപ്പൊ അന്ന് മുതൽ തുടങ്ങും സന്തോഷം. ഇനി ഞങ്ങളുടെ അവിടെ ഉത്സവം വരാൻ പോവാണെന്നുള്ള സന്തോഷം. അതിങ്ങനെ നാളുകൾ കഴിയുന്തോറും അതിന്റെ ഉത്സാഹം കൂടി വരും. അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും കൊടിയേറ്റവും ഒക്കെ നടക്കുമ്പോഴൊക്കെ സന്തോഷമാണ്. തേര് ദിവസം ആ സന്തോഷത്തിന് ഹൈറ്റായിരിക്കും. അന്ന് ഉച്ചയാവുമ്പോ കുറച്ച് കുറഞ്ഞു വരും. രാത്രിയാവുമ്പോഴേക്കും സന്തോഷം പതുക്കെ കുറയും. അടുത്ത ദിവസം അവിടെയൊക്കെ ശൂന്യമായിട്ട് നോക്കുമ്പോൾ ഡിപ്രഷനാവും. ഇങ്ങനെ കുറെ വർഷങ്ങൾ കഴിയുമ്പോ നമ്മളുടെ ഉള്ളിൽ ഗൂഢമായി കിടക്കുന്ന വിവേകശക്തി ഇത് മനസ്സിലാക്കുകയാണ്. ഈ എക്സ്റ്റസിയുടെ അടുത്ത സൈഡാണ് ഡിപ്രഷൻ. മല കയറിയാൽ ഇറങ്ങണം. ലൈഫിൽ മുഴുവൻ ഏത് എക്സ്പീരിയൻസും അങ്ങനെയാണ്. മുകളിലേക്ക് പോവും, ചോദിക്കും. എക്സൈറ്റ്മെന്റിനു വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കാൻ കാരണം തന്നെ എക്സൈറ്റഡ് ആവുമ്പോ ആ എക്സ്റ്റസി എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ എന്താ, മനസ്സ് നിശ്ചലമായി നിൽക്കുന്ന സമയമാണ്. അതിനാണ് ആഗ്രഹിക്കണം. ഇതുകൊണ്ടാണ് ആളുകള് വിവാഹം കഴിക്കുന്നതും കുട്ടികളെ പ്രസവിക്കുന്നതും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷെ എല്ലാം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവണു അത് പോയി. അപ്പൊ ഇത് കുറേ കാലം വിവേകം കൊണ്ട് കണ്ടറിയുന്ന ജീവൻ മനസ്സിലാക്കുന്നു, ഒരിക്കലും സമനില തെറ്റാത്ത നിശ്ചലത, ശാന്തി. ആ ശാന്തിയിലിരിക്കണം. ഇനി വയ്യ. ഇനി ഈ ന്യൂറോട്ടിക് ക്ലൈംബിംഗ് ആൻഡ് അസെൻഡിങ് ഷുഡ് സ്റ്റോപ്പ്. അപ്പൊ ശാന്തി ഉണ്ടാവും, വിശ്രാന്തി. പക്ഷെ ആ വിശ്രാന്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം കുറെ കയറി ഇറങ്ങണം. ഈ കയറ്റത്തിന്റെ എക്സൈറ്റ്മെന്റും ഇറക്കത്തിന്റെ ഡിപ്രഷനും ഒക്കെ കുറെ അനുഭവിച്ച് നമ്മളുടെ നാഡീനരമ്പുകളിലൊക്കെ വിവേകമുണ്ട്. ആ വിവേകത്തിന് മനസ്സിലാവണം. നമ്മളുടെ ബ്രെയിനിന് മനസ്സിലായ പോരാ. The entire body is your brain. But through your education, you have localized brain in your head.
The entire body, each and every cell of your body is a real brain through which you have to understand, not through reading or writing. അപ്പൊ നമുക്ക് അലേർട്ടായിട്ട് വിജിലന്റ് ആയിട്ട് ലൈഫിൽ ജീവിതത്തിൽ ജീവിച്ചാൽ നമ്മളുടെ ഓരോ കോശം കൊണ്ടും സുഖത്തിനെയും ദുഃഖത്തിനെയും പഠിക്കണം, വിവേകം ജനിക്കണം. തീ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചുകൊണ്ടുപോയാലും നമ്മൾ പോവില്ലല്ലോ തീയുടെ അടുത്തേക്ക്, അല്ലേ? ചിലതൊക്കെ സ്കൂളിൽ പഠിച്ചതൊക്കെ മറന്നുപോയി. ഞാൻ ഒന്നും എനിക്കറിയില്ല. ഇപ്പൊ സംസ്കൃതം എന്തെങ്കിലുമൊക്കെ പറയണ്ടോ ഉപയോഗിക്കണത് കൊണ്ടെന്നല്ലാതെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതൊന്നും ഇപ്പൊ അതൊന്നും കണ്ടാൽ തന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല, ഒക്കെ പോയി. നേരെ മറിച്ച് 8 വയസ്സിലോ 9 വയസ്സിലോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ഇത്ര കാലമായിട്ട് ഓടിക്കണില്ലെങ്കിലും ഇപ്പൊ സൈക്കിളിൽ കയറി ഇരുന്നാൽ ഓടിക്കും. അതെങ്ങനെയാ? അത് ശരീരത്തിനറിയാം. ശരീരം പഴകി വെച്ചതാണ്, ശരീരം പഠിച്ചതാണത്. So you should learn through each and every cell of your body. എന്തിനാ അത് പറഞ്ഞു വന്നത്? വിവേകം ശരി, വിവേകം ശരി. വേറെ എന്തോ പറഞ്ഞപ്പോഴാണ് പറഞ്ഞു വന്നത്. ഇത്രയേ ഉള്ളൂ ബ്രെയിൻ. വേറെ എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് ജീവിതത്തിലെ സുഖദുഃഖാനുഭവങ്ങളെ ഒക്കെ കണ്ടറിഞ്ഞ് എക്സൈറ്റ്മെന്റ് ആൻഡ് ഡിപ്രഷൻ, ഹർഷം ശോകം, ഗീതയിലെ 2 വാക്കാണ്. ഹർഷം ഉണ്ടാവണം, നല്ല സുഖം ഉണ്ടാവുമ്പോ ഹർഷം ഉണ്ടാവണം. അതിന്റെ അടുത്ത സൈഡാണ് ശോകം. ഹർഷശോകൗ ജഹാതി എന്നാണ്. യഥാ പശ്യത്തെ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജനഃ പരമം സാമ്യമുപൈതി എന്ന് ഉപനിഷത്ത്. ഹർഷശോകൗ ജഹാതി, അതേതാ മന്ത്രം? ഹർഷശോകങ്ങളെ ഉപേക്ഷിക്കുന്നു. പുണ്യപാപേ വിധൂയ, പുണ്യപാപങ്ങളെയും വിടുന്നു. പുണ്യപാപത്തിന്റെ എഫക്റ്റാണ് ഹർഷവും ശോകവും. നമ്മൾക്ക് പുണ്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഹർഷം. കാരണമില്ലാതെ ചിലപ്പോൾ സന്തോഷം വരണില്ലേ? പണ്ടെപ്പോഴോ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഡിപ്രഷൻ വരുന്നത് അതുപോലെ തന്നെ. ഈ എക്സൈറ്റ്മെന്റ് ആൻഡ് ഡിപ്രഷൻ, അതിന്റെ സൂക്ഷ്മരൂപമാണ് പുണ്യം പാപം. ഈ പുണ്യവും പാപവും നിശേഷം ഒഴിഞ്ഞു പോയാൽ അവർക്ക് പിന്നെ സുഷുപ്തി എന്നൊരവസ്ഥയില്ല. തെളിഞ്ഞ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലിത്തിരി കരിപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ നല്ലവണ്ണം ഇളക്കിയാൽ ആ വെള്ളം കറുപ്പ് കളറായിട്ടിരിക്കും, അല്ലേ? തെളിഞ്ഞ വെള്ളം നമ്മളുടെ സ്വരൂപമാണ്. ചിത്തവൃത്തികളെയാണ് നമ്മൾ കരിപ്പൊടി. അതിത്തി ഇളക്കി കഴിഞ്ഞാൽ സ്വരൂപത്തിൽ, ആ ബോധത്തിൽ ഉണ്ടാവുന്ന ചിത്തവൃത്തി ചലനം, മനസ്സ്, സ്വപ്നമാണത്. ഇളക്കാതെ നിർത്തിയാൽ കരിപ്പൊടി അടിയിൽ പോയി അടിഞ്ഞു കിടക്കും, അല്ലേ? അടിഞ്ഞു കിടക്കുന്നതാണ് സുഷുപ്തി എന്ന് പറയണത്. വെള്ളം തെളിവുണ്ട്, എന്നാൽ കരിപ്പൊടി ഉണ്ട് താനും. കരിപ്പൊടി പോയിട്ടൊന്നുമില്ല, ഉണ്ട്. പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പൊന്തും. അടിയിൽ പോയി അടിഞ്ഞു കിടക്കുമ്പോ വെള്ളത്തിന്റെ തെളിവും കിട്ടും, കരിപ്പൊടിയുടെ സ്വാദും വരും. വെള്ളം കുടിച്ചാൽ, തെളിച്ചിട്ട് കുടിച്ചാൽ തെളിഞ്ഞ വെള്ളവും കിട്ടും, കരിപ്പൊടിയുടെ സ്വാദും വരും. അതുപോലെ സുഷുപ്തിയിൽ ആത്മാവിന്റെ സുഖവും ഉണ്ടാവുന്നുണ്ട്, അജ്ഞാനത്തിന്റെ മറവും ഉണ്ടാവുന്നുണ്ട്. ആ അജ്ഞാനത്തിന്റെ മറ നീങ്ങി ആത്മസുഖം, സ്വാത്മസുഖം അനുഭവിക്കുന്നവനാണ്. അവന് ആ കരിപ്പൊടിയൊക്കെ എടുത്തു കളയണം.
എന്നാലേ ശരിയാവുള്ളൂ. കരിപ്പൊടി എടുത്തു കളയൽ എന്താ? ഹർഷശോകൗ ജഹാതി. എക്സൈറ്റ്മെന്റും ഡിപ്രഷനും പോണം. അതെങ്ങനെ? ജാഗ്രതയിൽ വളരെ അലേർട്ടായിട്ട് ജീവിക്കണം, ബോധപൂർവം ജീവിക്കണം. തീ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്ന് അറിയണ പോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങളുടെ ഓരോ കോശത്തിനും, ദേഹത്തിലുള്ള ഓരോ കോശത്തിനും പറഞ്ഞു കൊടുക്കുക എന്താണ് ഈ ലോകാനുഭവം, അതിലെന്ത് സംഭവിക്കണു, എവിടെ ശോകമുണ്ട്, എവിടെ ദുഃഖമുണ്ട്, എവിടെ ഡിപ്രഷൻ ഉണ്ട്. അത് കുറെ അനുഭവിച്ച ആ ഡിപ്രഷൻ എങ്ങനെ നീങ്ങും, എങ്ങനെ പതുക്കെ പതുക്കെ അതിൽ ദുഃഖമുണ്ടെന്ന് കണ്ടിട്ട് പിൻവലിയണം. അപ്പൊ എന്താവും? നാച്ചുറലായിട്ട് there will be quietude, wholeness. ജാഗ്രതയോടുകൂടെ ജീവിക്കാവുന്നതാണ്. ചില കഥകളൊക്കെ അങ്ങനെയുണ്ട്. ഈ സെൻ ബുദ്ധിസത്തിൽ അങ്ങനെ ചില കഥകളുണ്ട്. ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ പോയി ജ്ഞാനോപദേശത്തിന്. അപ്പൊ ഗുരു പറഞ്ഞു, നിനക്ക് വാള് പയറ്റ് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അവിടെ അവരൊക്കെ അതൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ബുദ്ധസന്യാസികളുടെ കുഴപ്പമാണ്, വൈദിക കർമ്മമാർഗത്തിൽ സന്യാസം ഉണ്ടാക്കിയില്ല. ബുദ്ധനാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആളുകളെ സന്യാസിയാക്കിയത്. വൈദിക കർമ്മമാർഗം വളരെ സയന്റിഫിക് ആയിരുന്നു. വൈദിക കർമ്മമാർഗം എന്നല്ല, വൈദിക മാർഗം. അവിടെ എല്ലാവർക്കും ഒന്നും ഇതിന് അധികാരം കൊടുത്തില്ല. നിങ്ങളായിട്ട് പുറത്തു പോകുമ്പോൾ പോയിക്കോളൂ, അല്ലെങ്കിൽ ലീഡ് എ നാച്ചുറൽ ലൈഫ്. അതാണ് വൈദിക മാർഗം. ബുദ്ധൻ കരുണ കൊണ്ട് എന്ത് ചെയ്തു? ഈ സംസാരം ദുഃഖമാണ്, എല്ലാം വിഷമാണ്, എല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കാഷായവും കൊടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് വരുന്നവരൊക്കെ വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബുദ്ധ വിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോ ബുദ്ധൻ തന്നെ കണ്ടു 2000 കണക്കിന് ഭിക്ഷുക്കളെ ഉണ്ടാക്കി. ഇവരോട്ട് പറഞ്ഞാൽ കേൾക്കണമില്ല, തമ്മിൽ തല്ലണു, ചീത്ത പറയുന്നു, അസൂയയും ദ്വേഷവും കാമവും ക്രോധവും ഒന്നും പോണില്ല. അദ്ദേഹം കുറെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു ഇവർക്ക്. പ്രാണനെ ശ്രദ്ധിക്കൂ, വാക്കിംഗ് മെഡിറ്റേഷൻ, സിറ്റിംഗ് മെഡിറ്റേഷൻ. അവര് ഒന്നും കാര്യമില്ല. ചിലപ്പോ ജ്ഞാനികൾക്കും അബദ്ധം പറ്റും. ജ്ഞാനികളും വലിയ വലിയ ബ്ലണ്ടേഴ്സൊക്കെ ചെയ്യും. അവരുടെ പൂർവ്വവാസന കൊണ്ടും പൂർവ്വജ്ഞാനം കൊണ്ടും ഒക്കെ ചിലപ്പോൾ ചെയ്യും. അത് അവരെ ബാധിക്കൊന്നുമില്ല. പക്ഷെ കാലാകാലത്തിന് ലോകത്തിലത് നിൽക്കും. അപ്പൊ ബുദ്ധൻ ഇങ്ങനെ 1000 കണക്കിന് ആളുകളെ, അത് തികച്ചും അശാസ്ത്രീയമാണ്. നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടൊന്നും നിങ്ങൾ അനുഭവിക്കാൻ കൊണ്ടുവന്ന പ്രാരബ്ധ വാസനയൊന്നും പോവില്ല. വൈദികമായ മാർഗം എന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരം നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര സിമ്പിൾ സാധനമൊന്നുമല്ല. അതിനെത്രയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജ്ഞാനത്തിനെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരി, കർമ്മത്തിൽ ജാഗ്രതയായിട്ടിരിക്കൂ. പുതിയ കർമ്മങ്ങൾ ചേർക്കാതെ ലെറ്റ് ദ ഇന്റലിജൻസ് ഇൻ ദ ബോഡി ഡെവലപ്പ് ടിൽ ഇറ്റ് ഈസ് മെച്യൂർ ഇനഫ് ടു റിസീവ് ദ ഹയർ വിസ്ഡം. സാധാരണമായിട്ട് ജീവിച്ച് പതുക്കെ പതുക്കെ പക്വപ്പെട്ടു വരൂ എന്നൊക്കെയാണ് വൈദിക മാർഗം. ബുദ്ധൻ എല്ലാവർക്കും ഒരു കാഷായം കൊടുത്തു, ഒരു പേരും ഒക്കെ കൊടുത്തു, ഒരു ഹൈറാർക്കിയൊക്കെ ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞു, കുറച്ചു കഴിഞ്ഞ് ബുദ്ധന്റെ കാലമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അവിടെ അടിയും തല്ലും ബഹളവും ഹീനയാനവും മഹായാനവും ഒക്കെ ആയിട്ട് പിരിയലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അതിലും മഹാത്മാക്കൾ വരുമല്ലോ അതിന്റെ ഇടയിലും. അവരൊക്കെ കണ്ടു, ഇവരെയൊക്കെ ഇങ്ങനെ കാഷായം കൊടുത്ത് നമ്മൾ എടുക്കുകയും ചെയ്തിട്ട് ഇവരെ ധ്യാനിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ധ്യാനവും പറ്റില്ല, ഒന്നും പറ്റില്ല. ഭിക്ഷ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. കുറെ കഴിയുമ്പോൾ ഭിക്ഷ സന്യാസികളോട് ഭക്തിയുള്ള ഗൃഹസ്ഥന്മാരെ വിളിച്ച് നല്ല ചാപ്പാടും കൊടുക്കും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സംഭവിക്കണ്ടല്ലോ പോണ സ്ഥലത്ത്. അതുപോലെ അതൊക്കെ കഴിയുമ്പോൾ ഇവർ അതും തിന്നിട്ട് കിടന്ന് ഉറങ്ങുന്നല്ലാതെ വേറെ ഒന്നും പറ്റില്ല. അപ്പോഴാണ് ഇവർ ആലോചിച്ചത്, ഈ സന്യാസം ഇങ്ങനെ പോരാ, അപ്പൊ പിന്നെയും ഇതിന് ചില ആയോധന കലകളും രാജസ ക്ഷാത്ര വൃത്തികളും ഒക്കെ അതിലുണ്ടാക്കിയവര്. അതിനകത്ത് കൊണ്ടുവന്നിട്ടും പിന്നെയും അതിനകത്ത് യുദ്ധം ചെയ്യാനുള്ള ടെക്നിക്സും പലതുമൊക്കെ പഠിപ്പിച്ചു. അതിൽ വന്നതാണ് ഈ എന്താപ്പോ ജപ്പാനിലൊക്കെ ഉള്ള യുദ്ധകലകളൊക്കെ അങ്ങനെ വന്നതാണ്. ബുദ്ധ സന്യാസികൾ ഉണ്ടാക്കിയതാണ്. അവരാണതൊക്കെ കൊണ്ടുവന്ന് കണ്ടുപിടിച്ചതൊക്കെ. അപ്പൊ വാള് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അത്ര ഗുരു, വാൾപ്പയറ്റ്. ഈ ശിഷ്യൻ നല്ല സമർത്ഥനാണ്. അപ്പോ ആദ്യം വാളൊന്നുമില്ല, ആദ്യം നീ ജാഗ്രതയാവണം. ആദ്യത്തെ പാഠം അതാണ്. വെട്ടുതട്ട ആദ്യം വടി കൊണ്ട് പരസ്പരം തല്ലി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഗുരു പറഞ്ഞു, ഇനിയിപ്പോ നീ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ അടിക്കും. അടിക്കുമ്പോ ഒഴിഞ്ഞു മാറണം.
കുറെ കഴിഞ്ഞപ്പോൾ അതും നല്ലവണ്ണം ഇയാൾ പഠിച്ചു. എപ്പോഴും അടി വരണോ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ പഠിച്ചു. ഇനിയിപ്പോ ഗുരു പറഞ്ഞു, സൂക്ഷിച്ചോളണം, ഈ നീ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴാ ഞാൻ വന്ന് അടിക്കാന്ന് പറയാൻ പറ്റില്ല, അടി കൊള്ളാതെ രക്ഷപ്പെടാൻ സൂക്ഷിച്ചോളണം. അപ്പൊ ഇയാൾ ചിലപ്പോ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴോ പുല്ല് ചെത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും ഗുരു പുറത്തു വന്ന് അടിക്കുക. ആദ്യം 1-2 പ്രാവശ്യമൊക്കെ അടി കൊണ്ടു, പിന്നെ വളരെ ജാഗ്രതയോടുകൂടെ എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കുക, എപ്പോഴാ അടി കൊള്ളുക എന്ന്. അപ്പൊ അടി കൊള്ളാതെ ചാടിക്കൊള്ളും. പിന്നെ ഗുരു പറഞ്ഞു, അവസാനത്തെ ടീച്ചിങ്ങിന് മുമ്പായിട്ട് പറഞ്ഞു, ഇനി സൂക്ഷിച്ചോളണം, ഉറങ്ങുമ്പോഴായിരിക്കും ഞാൻ അടിക്കാം. ഉറക്കത്തിൽ നല്ല ചൂരൽ വടിയാണ്. 1-2 ദിവസം ഉറങ്ങുമ്പോ ചൂരൽ കൊണ്ട് 2 പെട കിട്ടി. അത് കഴിയുമ്പോ ഉറക്കത്തിൽ ഒരു അലേർട്ട്നെസ് വന്നു എന്നാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ജാഗ്രത. എന്തെങ്കിലും ഉറങ്ങുകയും ചെയ്യും, ഉറങ്ങുമ്പോ എന്തെങ്കിലും സംഭവിച്ചാലും അറിയാം. അങ്ങനെ ഒരു വിവേകം ഉണർന്നു അത്രേ. അവസാനം ഗുരു പറഞ്ഞു, ഇനി കാര്യം മാറി. അവസാനത്തെ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നീ എല്ലായിടത്തും ജാഗ്രതയായി കഴിഞ്ഞു, ഇനി ഒരൊറ്റ പ്രാവശ്യമേ ഞാൻ പരീക്ഷിക്കുള്ളൂ. പക്ഷെ അത് ഭയങ്കരമാണ്. എന്താന്ന് വെച്ചാൽ, ഇനി ഞാൻ ഉറങ്ങുമ്പോഴോ ഉണർന്നിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ വരും. പക്ഷെ വടിയല്ല, ഇപ്പൊ വാളാണ്. ഒരൊറ്റ പ്രാവശ്യത്തിൽ കഴിഞ്ഞു എന്നാണ്. പക്ഷെ ആ സമയം അയാളെ ചാടിപ്പുറത്തു രക്ഷപ്പെട്ടു എന്നാണ്. അതായത് ഇതുപോലെ അലേർട്ടായിട്ട് ജാഗ്രത, ഉണർന്നിരിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും ഒക്കെ നമ്മളുടെ ഓരോ കോശത്തിലും അലേർട്ട്നെസ് ഉണ്ടെങ്കിൽ, വിജിലൻസ് ഉണ്ടെങ്കിൽ, ജാഗ്രതയായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പുസ്തകവും വേണ്ട, ആരും പഠിപ്പിക്കണ്ട, നമ്മൾ തന്നെ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ച് പഠിക്കും. ദുഃഖത്തിനെ കണ്ടു മനസ്സിലാക്കി വിട്ടുമാറും, ശാന്തിയിലിരിക്കും. എല്ലാരും പോയി ദീപാവലി ആഘോഷിക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവം അരുണാചല.